അതായത് ഇന്നത്തെ ജനറേഷൻ ഇപ്പോൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ നിങ്ങൾ പറയുമ്പം ഇതും കഴിഞ്ഞു വരുന്ന ജനറേഷനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പാരൻ്റാണ് ഞാൻ. അതായത് എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ 6 വയസ്സും ഒരു കുട്ടിക്ക് 3 വയസ്സുമാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളെ ഇതെങ്ങനെ ഡീൽ ചെയ്യുമെന്ന് അറിയാതെ പകച്ച് നിൽക്കുന്ന ഒരു ജനറേഷനാണ് ഈ 90s കിഡ്സ് എന്ന് പറയുന്ന തന്തവൈബും തള്ളവൈബും ഉള്ള ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ വളർത്തുന്നത് പക്ഷേ ബീറ്റ ജനറേഷനെയോ ആൽഫ ജനറേഷനെയോ ആണ്. അത് എപ്പിടി താങ്ങും എന്നാണ് മനസ്സിലാവാത്തത് ശരിക്കും പറഞ്ഞാൽ. അതാണ് നമ്മളിങ്ങനെ പല വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലും അഭിപ്രായം പറയാതെ പലരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറാതെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും. അപ്പോൾ ഇനി ഇതും കഴിഞ്ഞ് ഞങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്ന അടുത്ത ജനറേഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ടെൻഷൻ അടിക്കുന്നത്. അത് ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ റീസെൻ്റായിട്ട് വന്ന ഫോൺ കോൾസൊക്കെ കേട്ടപ്പോൾ ലാസ്റ്റ് അച്ഛാ ഞാൻ മരിച്ചു പോവും, എനിക്കിതാണ് സംഭവിച്ചതെന്ന് ലാസ്റ്റ് അച്ഛനോട് സംസാരിച്ചതായിട്ട് അങ്ങനെ ഞാനൊരു റിപ്പോർട്ട് കണ്ടിരുന്നു. അപ്പോൾ അത് കേട്ട് നിന്ന് കരഞ്ഞുകൊണ്ടാണ് അച്ഛൻ ഇറങ്ങിപ്പോയതെന്നും അതിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട അച്ഛൻ അതെങ്ങനെ താങ്ങിക്കാണും എന്നാണ് ഞാൻ. പുള്ളി ഓൾറെഡി പുള്ളിക്ക് ഇനിയും അതായത് ഒരു മകനെ അല്ലെങ്കിൽ മകളെ നഷ്ടപ്പെട്ട ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അങ്ങേയറ്റത് ആ ഒരു ദുഃഖം എത്രത്തോളം ഉണ്ടെന്നുള്ളത് വാക്കുകളിൽ നമുക്ക് പറയാൻ പറ്റാൻ കഴിയാത്തൊരു ദുഃഖമാണ്. അപ്പോൾ അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെ കിട്ടും. അത് ഞാൻ എൻ്റെ ഈ പറയുന്ന എല്ലാ പൗരന്മാരെയും പോലെ ഞാൻ എൻ്റെ നിയമവ്യവസ്ഥയെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും അത് സംഭവിക്കുകയും ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത്.